വളരെ നിർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ് കഴിഞ്ഞ ദിവസം കാവനാട് ശക്തികുളങ്ങര കാവനാട് പുത്തൻതുരുത്ത് കായൽ പ്രദേശത്തുണ്ടായത്. രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തെ തുടർന്ന് മറുകരയിൽ പോയി കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് വേണ്ടി വള്ളത്തിൽ പോയ 42 വയസ്സുള്ള സന്ധ്യ എന്ന സഹോദരിയാണ് വള്ളം മറിഞ്ഞ് ബാലൻസ് തെറ്റി ദാരുണമായ അന്ത്യം ഉണ്ടായത്. ഇതിനാധാരമായിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നം കഴിഞ്ഞ ഞായറാഴ്ച ഏതാണ്ട് 9 ദിവസം മുമ്പ് ശാസ്താംകോട്ടയിൽ നിന്ന് കൊല്ലത്തേക്ക് ശക്തികുളങ്ങര നീണ്ടകര പ്രദേശത്തേക്ക് ആവശ്യമായിട്ടുള്ള കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട ബ്രിഡ്ജും അത് തകരാറിലായി തകർന്നതിനെ തുടർന്നാണ് കുടിവെള്ള വിതരണം പൂർണ്ണമായും സ്തംഭിക്കുന്ന സ്ഥിതി ഉണ്ടായത്. കാരണം ഗൗരവതരമായ പ്രശ്നമായി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് 9 ദിവസം കഴിഞ്ഞതിന് ശേഷവും അത് പുനരുദ്ധരിച്ച് പുനരാരംഭിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ വളരെ നിർഭാഗ്യകരമായിട്ടുള്ള പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു സംഗതിയാണ്. കാരണം നിലവിലുള്ള ബ്രിഡ്ജ് തകർന്ന സാഹചര്യത്തിൽ വെള്ളത്തിനടിയിലൂടെ പൈപ്പിട്ട് ശുദ്ധജല വിതരണം സുഗമമാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ 9 ദിവസം എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി അന്വേഷിച്ചപ്പോൾ ഇനിയും 1-2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ മാത്രമേ ശുദ്ധജല വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയൂ എന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സാങ്കേതിക രംഗത്ത് വലിയ വളർച്ചയും സ്ഫോടനാത്മകമായ വികാസവും ഉണ്ടായിട്ടുള്ള ഈ കാലയളവിൽ പൈപ്പിലൂടെയുള്ള ശുദ്ധജല വിതരണം പുനഃസ്ഥാപിച്ചെടുക്കുന്നതിന് ഇത്രയും സമയം വേണ്ടിവരിക എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന കെടുകാര്യസ്ഥതയുടെയും പ്രത്യേകിച്ചും ശുദ്ധജല അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്തുണ്ടായ അനുഭവത്തിന് സമാനമായ നിലയിൽ തന്നെയാണ് കൊല്ലത്ത് ശക്തികുളങ്ങര നീണ്ടകര പ്രദേശത്തും ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിലൊരു ശുദ്ധജലക്ഷാമം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രിയപ്പെട്ട ഈ സഹോദരി സന്ധ്യ എന്ന് പറയുന്ന സഹോദരി വള്ളത്തിൽ മറുകരയിൽ പോയി ഐസ് പ്ലാന്റിൽ നിന്ന് വെള്ളം എടുക്കുന്നതിന് വേണ്ടി പോയി വെള്ളം സംഭരിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് വള്ളം ബാലൻസ് തെറ്റി മുങ്ങി ആ പ്രിയപ്പെട്ട സഹോദരി മരിക്കാനിടയാകുന്നത്. അപ്പോൾ തീർച്ചയായും ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്, നിഷേധാത്മകമായിട്ടുള്ള നിലപാടാണ് ശുദ്ധജല വിതരണം പുനഃസ്ഥാപിക്കുന്നതിൽ കേരള വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതിലുള്ള അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. സത്യത്തിൽ ഒരു വിലപ്പെട്ട ജീവനാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ നഷ്ടപ്പെട്ടത്. ആ ശുദ്ധജല വിതരണം പുനഃസ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഇനിയെങ്കിലും സർക്കാർ കാലവിളംബം കൂടാതെ സ്വീകരിക്കണം. 2 കാര്യങ്ങൾ. ഒന്ന്, ഏതെങ്കിലും കാരണവശാൽ അത് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബദൽ സംവിധാനം ഏർപ്പെടുത്തേണ്ടതാണ്. ആ ബദൽ സംവിധാനം ഏർപ്പെടുത്തുന്നതിലും ഉണ്ടായിട്ടുള്ള പരാജയത്തിൻ്റെ കൂടി പരിണതഫലമാണ് ഇതുണ്ടായിട്ടുള്ളത്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ കുടുംബത്തെ സംബന്ധിച്ചാണ്. 2 കുട്ടികളുള്ള കുടുംബം. സത്യത്തിൽ ഈ സഹോദരിയായിരുന്നു ആ കുടുംബത്തിൻ്റെ എല്ലാ ആശ്രയവും. അവർക്ക് സ്വന്തമായി വസ്തുവില്ല, വാടക വീട്ടിലാണ് അവർ താമസിക്കുന്നത്. തീർച്ചയായിട്ടും അവർക്ക് വസ്തു കണ്ടെത്തി വീട് വെച്ച് നൽകുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ ഞങ്ങളുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായി നടപ്പാക്കും. അവരിപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ആ വാടക വീട്ടിൽ താമസിക്കുന്ന കുടുംബം ഏതാണ്ട് അനാഥമായ സ്ഥിതിയാണുള്ളത്. അവർക്ക് വസ്തു കണ്ടെത്തി വാസയോഗ്യമായിട്ടുള്ള വീട് നിർമ്മിച്ച് നൽകുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ നേതൃപരമായ പങ്കുവഹിക്കുമെന്ന് കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഗവൺമെൻറ്റിൻ്റെയും സഹായം ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ശാസ്താംകോട്ട കുടിവെള്ള പദ്ധതിയെ മാത്രം ആശ്രയിച്ചാണ് പോകുന്നത്. ഞാങ്കടവ് പദ്ധതി അടക്കം നിർദ്ദേശം മുന്നോട്ട് വെച്ചതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം പോലും ഉണ്ടാകുന്നില്ല. ഇല്ല, ഞാങ്കടവ് കുടിവെള്ള പദ്ധതി കൊല്ലം നഗരത്തിലേക്കുള്ള ശുദ്ധജല വിതരണം സാധ്യമാക്കുന്നതിന് വേണ്ടി ഞാൻ മന്ത്രിയായിരുന്ന സമയത്ത് തന്നെയാണ് കൊല്ലം കോർപ്പറേഷനുമായി ചേർന്നുകൊണ്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പദ്ധതി ആരംഭിക്കാൻ നടപടികൾ സ്വീകരിച്ചത്. ഗുരുതരമായ കാലതാമസമാണ് ആ പദ്ധതിയുടെ പൂർത്തീകരണത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും ഞാങ്കടവിലെ തടയണ അതിൻ്റെ നിർമ്മാണ പ്രക്രിയയുടെ തുടക്കം കുറിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ വടക്കേവിളയിൽ ആരംഭിച്ചിട്ടുള്ള ശുദ്ധീകരണ പ്ലാന്റിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ ഇപ്പോഴും അവശേഷിക്കുകയാണ്. ഞാങ്കടവ് കുടിവെള്ള പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ കൊല്ലം നഗരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ശുദ്ധജല വിതരണം സാധ്യമാക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ കഴിഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ നീണ്ടകര ശക്തികുളങ്ങര ഭാഗം ഉൾപ്പെടെയുള്ള ഈ പ്രദേശങ്ങളിലേക്കുള്ള ശുദ്ധജല വിതരണം ശാസ്താംകോട്ടയിൽ നിന്ന് സുലഭമായി ലഭിക്കുമെന്നുള്ള ഒരു
കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാങ്കടവ് കുടിവെള്ള പദ്ധതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആരംഭിക്കാൻ തീരുമാനിച്ചത്. നിർഭാഗ്യവശാൽ ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള കാലവിളംബമാണ് ആ ശുദ്ധജല വിതരണ പദ്ധതി സാധ്യമാക്കുന്നതിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടി പരിണത ഫലമാണ് കൊല്ലം നഗരം അനുഭവിക്കുന്ന ശുദ്ധജല വിതരണ ക്ഷാമം. ഏതായാലും ഈ കാര്യം ഇത്തരമൊരു സംഭവം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ ഗൗരവത്തോടുകൂടി കണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെൻറ് തയ്യാറാകണം. എത്രയും പെട്ടെന്ന് നീണ്ടകര ശക്തികുളങ്ങര ഭാഗത്തേക്കുള്ള ശുദ്ധജല വിതരണത്തിനാവശ്യമായിട്ടുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചുകൊണ്ട് ഇത് പുനഃസ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. ഓക്കെ.